എന്നാ മോനതും ചെക്ക് ചെയ്തേ. എൻ്റെ ഇമെയിൽ വരുന്നുമില്ല, പോകുന്നില്ല, സെൻഡ് ആവുന്നില്ല, റിസീവ് ആവുന്നില്ല ഒരു ഇമെയിലും. ഇതാണോ ഇഷ്യൂ? ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് പരിഹരിക്കാവുന്ന വിഷയമാണ്. ഇത് നമ്മുടെ ഗൂഗിളിന്റെ സ്റ്റോറേജ്, അതായത് നമുക്ക് ഗൂഗിൾ അനുവദിച്ചിരിക്കുന്ന സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 15 GB മാത്രമാണ് ബാക്ക് സ്പേസ് അനുവദിച്ചിരിക്കുന്നത്. അത് ഫ്രീ ആണ്. ഒരു ഇമെയിൽ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 GB സ്റ്റോറേജ് അനുവദിച്ചിട്ടുണ്ട്. 5 GB സ്റ്റോറേജിനകത്ത് ഉണ്ടാവും, അതുപോലെ കോൺടാക്ട്സ് ഉണ്ടാവും, മെയിലുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ഡ്രൈവിനകത്ത് കീപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം അതിനകത്ത് കീപ്പ് ആവും. അങ്ങനെ കീപ്പായിട്ട് ബാക്കപ്പ് ആയിരിക്കുന്നത് ഫുൾ ആയതുകൊണ്ടാണ് ഈ ഒരു ഇത് കാണിച്ചത്. പക്ഷെ ഗൂഗിൾ തന്നെ അതിനൊരു ചെറിയൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതെല്ലാം കംപ്രസ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള 15 GB നിങ്ങൾക്ക് ബാക്കപ്പ് അയക്കാൻ സാധനങ്ങളല്ലോ, അതിനെ നേരെ പകുതിയാക്കാൻ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ട്രിക്ക് ഗൂഗിൾ തന്നെ തന്നിട്ടുണ്ട്. ആ ഒരു ട്രിക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ഫോണിൽ ഗൂഗിളിൽ അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഇതുണ്ടെങ്കിൽ ഗൂഗിൾ തന്നെ ഓപ്പൺ ആക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറി www.google.com ഗൂഗിളിൽ കയറുക. ഗൂഗിളിൽ കയറിയിട്ട് ഡാഷ്ബോർഡ് എന്ന് സെർച്ച് ചെയ്യുക. ഡാഷ്ബോർഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിയുക. അപ്പൊ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് കാണിക്കും ഗൂഗിൾ ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ. നിങ്ങളുടെ ID അത് തന്നെയാണ് ലോഗിൻ അയക്കുന്നുള്ളത് കൺഫേം ചെയ്യുക. IDക്കാണ് ആ പ്രശ്നമുള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ ഏത് ID ആണോ അത് തന്നെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കണം. അതിനുശേഷം നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ 3 ഡോട്ട് ഉണ്ടല്ലോ, ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. ഇത് നേരെ താഴേക്ക് പോവുക. ഈ കാണുന്ന സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനെ വരുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിക്കവറി സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. റിക്കവറി സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. റിക്കവറി സ്റ്റോറേജ് എന്ന ഓപ്ഷൻ ഐ അണ്ടർസ്റ്റാൻഡ് ഇത് നമുക്ക് കംപ്രസ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു മെതഡ് പറഞ്ഞില്ല, ആ ഒരു മെതഡിലേക്ക് ആക്കട്ടെ എന്ന് ചോദിക്കുന്നതിന് ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അതിന് നമ്മൾ അക്സെപ്റ്റ് കൊടുത്തു കംപ്രസ് എന്നുള്ള ഓപ്ഷനെ കൊടുത്തു കഴിഞ്ഞു. ഇതിപ്പം നിങ്ങൾക്ക് റിവ്യൂ ഐറ്റംസ് ഇതിപ്പം ഓൾറെഡി കംപ്രസ് ആയിക്കൊണ്ട് കുറച്ച് ടൈം എടുക്കും ഇത് പ്രൊസീജർ ആവാൻ. കാരണം ഇത് ബാക്കപ്പ് ആവാൻ അത് ജസ്റ്റ് കംപ്രസ് ആവാൻ കുറച്ച് സമയം എടുക്കും. ആ ഒരു ടൈം വരെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ പറ്റും. നിങ്ങൾ കൂടുതലും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കൂടുതലും വൈഫൈയിൽ ഇടാൻ പറ്റുമെങ്കിൽ അത്രയും ബെസ്റ്റ് ആണ്. അപ്പം നിങ്ങളുടെ കുറച്ച് ഡേറ്റാസുകൾ ഇത് കംപ്രസ് ആയിട്ട് നിങ്ങൾക്ക് നേരെ 15 GB ആണ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നേരെ പാതി സൈസ്, അത് 7.5 GB വന്ന് സാധനം നിൽക്കും. അപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇൻട്രോഡ് യൂസ് ചെയ്യുന്ന യൂസേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ടായ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചങ്കളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ തുടർന്ന് മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ മഹേഷ് മോഹൻ.